എന്റെ നെഞ്ചിലേക്ക് വെടിവെക്കും. കഴുത്തിലാകെ പുഷ്പഹാരങ്ങൾ കിടക്കുകയാണ്. ആ പൂമാലകൾ മാറ്റിയിട്ട് പറഞ്ഞു, എന്റെ നെഞ്ചിലേക്ക് നിങ്ങൾ വെടിവെക്കാൻ പറഞ്ഞു. ധീരതയോടുകൂടി പറഞ്ഞു. കുറെ നേരം നിന്നതിന് ശേഷം ഭയചകിതനായ വാട്കിസ്, അങ്ങനെ തന്നെ പറയാം, അദ്ദേഹം തോക്ക് താഴ്ത്തി ഉറയിലിട്ടു മടങ്ങി. 1938 ഒക്ടോബർ 23 മഹാരാജാവിന്റെ ആട്ടത്തിരുന്നാൾ പിറന്നാളാണ്. ആ ദിവസം എത്തി. ആ ദിവസം മഹാരാജാവിനെ കണ്ട് വിപുലമായ ഒരു നിവേദനം സമർപ്പിക്കാൻ, ഉത്തരവാദ ഭരണം അനുവദിക്കുന്നത് അടക്കമുള്ള ആവശ്യങ്ങൾ ഉന്നയിച്ചുകൊണ്ടുള്ള ഒരു നിവേദനം. അപ്പോൾ കുട്ടനാട് രാമകൃഷ്ണപിള്ളയാണ് കോൺഗ്രസ് അല്ലെങ്കിൽ സ്റ്റേറ്റ് കോൺഗ്രസ് പ്രസിഡന്റ്. ഇങ്ങനെ മാറി മാറി വരുന്ന പ്രസിഡന്റുമാരെ ഡിക്റ്റേറ്റർമാരെന്നാണ് വിളിക്കുക. അവർക്ക് എന്ത് തീരുമാനമെടുക്കാനും പാർട്ടിയെ ഏത് രീതിയിൽ നയിക്കാനുമുള്ള ഒരു അധികാരമുണ്ട്. കാരണം അന്ന് പാർട്ടിക്ക് ഒരു കമ്മിറ്റി ചേരാനുള്ള സാഹചര്യങ്ങളോ ഒന്നുമില്ല. നേതാക്കന്മാര് മിക്കവരും ജയിലിലാണ്. അപ്പൊ കുട്ടനാട് രാമകൃഷ്ണപിള്ള ഡിക്റ്റേറ്ററായിട്ടിരിക്കുന്ന സമയത്താണ് ഈ ആട്ടത്തിരുന്നാൾ വരുന്നു. അന്ന് മഹാരാജാവിന് നിവേദനം സമർപ്പിക്കാൻ തീരുമാനിക്കുന്നു. കുട്ടനാട് രാമകൃഷ്ണപിള്ളയെയും CPI പോലീസ് അറസ്റ്റ് ചെയ്ത് ജയിലിലാക്കി. അപ്പോഴാണ് കാഞ്ഞിരപ്പള്ളിയിലെ കരിപ്പാപ്പറമ്പിൽ കുടുംബത്തിൽപ്പെട്ട അക്കാമ്മ ചെറിയാനെ സ്റ്റേറ്റ് കോൺഗ്രസിന്റെ ഡിക്റ്റേറ്ററായിട്ട് നിയോഗിക്കുന്നത്. അപ്പോ അങ്ങനെ നിയോഗിക്കപ്പെടുന്ന ഡിക്റ്റേറ്റർ തിരുവനന്തപുരത്തെത്തി ചുമതലയേൽക്കുകയാണ് പതിവ്. അപ്പോ ഇവർ കാഞ്ഞിരപ്പള്ളിക്കാരിയാ. കോട്ടയം വഴി, തിരുവല്ല വഴി, ചങ്ങനാശ്ശേരി വഴി തിരുവനന്തപുരത്തേക്ക് വന്നാൽ ഉറപ്പായിട്ടും ഈ യാത്രയിൽ എവിടെ വെച്ചെങ്കിലും അവരെ അറസ്റ്റ് ചെയ്യും പോലീസ്. തിരുവിതാംകൂറിന്റെ ഭാഗങ്ങളാണ് ഇതൊക്കെ. അങ്ങനെയുള്ള യാത്ര അപകടകരമാണ്. അതുകൊണ്ട് അവര് ചെന്നൈയിലെത്തി മുതിര വഴി തെങ്കാശിയും ചെങ്കോട്ടയും കടന്ന് കൊല്ലത്ത് വന്ന് അവിടെ നിന്ന് തീവണ്ടിയിൽ തിരുവനന്തപുരത്തേക്ക് വരിക. അപ്പോ കൊല്ലത്ത് നിന്ന് തിരുവനന്തപുരത്തേക്ക് വരുമ്പോൾ തീവണ്ടി നിറയെ കോൺഗ്രസ് പ്രവർത്തകരായിരിക്കും. അപ്പൊ അവരെ അറസ്റ്റ് ചെയ്യുക അത്ര എളുപ്പമല്ല. അങ്ങനെ അവർ തെങ്കാശി ചെങ്കോട്ട വഴി കൊല്ലത്ത് വന്ന് അവിടുന്ന് തിരുവനന്തപുരത്തെത്തി. 23-ാം തീയതി ലക്ഷക്കണക്കിന് ആളുകളുടെ, സ്റ്റേറ്റ് കോൺഗ്രസ് പ്രവർത്തകരുടെ ഒരു പ്രകടനം നയിക്കുകയാണ്. ഓവർബ്രിഡ്ജിൽ നിന്ന് തെക്കോട്ട് സഞ്ചരിച്ചവര് കിഴക്കേക്കോട്ട എത്തി. കിഴക്കേക്കോട്ട കടന്ന് വെട്ടിമുറിച്ച കോട്ടയിൽ എത്തി. അതിനുള്ളിലാണ് രാജാവുള്ളത്. അന്ന് രാജാവും കുടുംബവും താമസിക്കുന്നത് കവടിയാർ കൊട്ടാരത്തിലാണെങ്കിലും ആട്ടത്തിരുന്നാൾ പോലെയുള്ള വിശേഷ ദിവസങ്ങളിൽ അദ്ദേഹവും ബന്ധുമിത്രാദികളും തെക്കേത്തെരുവിലുള്ള, കോട്ടയ്ക്കുള്ളിലുള്ള തെക്കേത്തെരുവിലെ കൊട്ടാരത്തിലായിരിക്കും ഉണ്ടാവുക. ദിവാനും സ്വാഭാവികമായിട്ടും അവിടെ ഉണ്ടാവും. അവിടെ എത്തി രാജാവിനെ കാണുക, നിവേദനം സമർപ്പിക്കുക എന്നുള്ളതാണ് പരിപാടി. ഈ പ്രകടനം വെട്ടിമുറിച്ച കോട്ടയുടെ മുമ്പിലെത്തിയപ്പോൾ അവിടെ രണ്ടുവരിയായി നിരന്നു നിന്നിരുന്ന സ്വായുധരായ പോലീസും തിരുവിതാംകൂർ പട്ടാളവും ചേർന്ന് അവരെ തടഞ്ഞു. മുന്നോട്ട് പോകാനാവില്ല എന്ന് പറഞ്ഞു. ആ സമയത്ത് പോലീസിന്റെ തലവനായിരുന്ന ഒരു ഇംഗ്ലീഷുകാരൻ, കേണൽ വാട്കിസ് എന്ന് പറയുന്ന ഒരാള് അക്കാമ്മ ചെറിയാന്റെ സമീപം വന്നിട്ട്, എന്താണ് നിങ്ങൾക്ക് വേണ്ടതെന്ന് ചോദിച്ചപ്പോൾ, ഞങ്ങൾക്ക് മഹാരാജാവിനെ കാണണം, നിവേദനം സമർപ്പിക്കണമെന്ന് പറഞ്ഞു. അന്വേഷിച്ച് പറയാമെന്ന് പറഞ്ഞു. പിന്നീട് അത് സാധ്യമല്ല എന്ന് പറഞ്ഞു. ആദ്യം വളരെ മര്യാദയോടുകൂടിയാണ് ഈ പോലീസ് ഉദ്യോഗസ്ഥൻ പെരുമാറിയത്. പക്ഷേ ഇപ്പോൾ തന്നെ നിങ്ങൾ പിരിഞ്ഞു പോകണം എന്ന് വളരെ കർശനമായിട്ട് വാട്കിസ് ആവശ്യപ്പെട്ടപ്പോൾ അക്കാമ്മ ചെറിയാൻ പറഞ്ഞു, സാധ്യമല്ല, ഞങ്ങൾ പിരിഞ്ഞു പോകുന്ന പ്രശ്നമില്ല, ഞങ്ങൾ ഇവിടെ ഉണ്ടാവും, ഞങ്ങൾ മഹാരാജാവിനെ കണ്ടതിന് ശേഷമേ മടങ്ങുകയുള്ളൂ എന്ന് പറഞ്ഞപ്പോഴത്തേക്കും കോപാകുലനായി അദ്ദേഹത്തിന്റെ ഉറയിൽ കിടന്ന തോക്കെടുത്ത് അക്കാമ്മ ചെറിയാനെ ചൂണ്ടി, ഈ നിമിഷം നിങ്ങൾ ഈ ജനക്കൂട്ടത്തെ പിരിച്ചുവിട്ടില്ലെങ്കിൽ ഞാൻ നിങ്ങളെ ഷൂട്ട് ചെയ്യും എന്ന് അലസിച്ചു. അപ്പോൾ അക്കാമ്മ ചെറിയാൻ പറഞ്ഞു, ലക്ഷക്കണക്കിന് ആളുകളാണ് ഇവിടെ കൂടിയിരിക്കുന്നത്. നിങ്ങളുടെ ഈ തോക്ക് കാണിച്ച് അത് ചൂണ്ടി നിങ്ങൾക്ക് അവരെ ഭീഷണിപ്പെടുത്താനോ പിന്നാക്കം മാറ്റാനോ സാധിക്കില്ല. നിങ്ങൾക്ക് ഇവരെ പിരിച്ചുവിടണമെങ്കിൽ ആദ്യം ഈ ജനക്കൂട്ടത്തെ നയിക്കുന്ന എന്റെ നെഞ്ചിലേക്ക് വെടിവെക്കും. കഴുത്തിലാകെ പുഷ്പഹാരങ്ങൾ കിടക്കുകയാണ്. ആ പൂമാലകൾ മാറ്റിയിട്ട് പറഞ്ഞു, എന്റെ നെഞ്ചിലേക്ക് നിങ്ങൾ വെടിവെക്കാൻ പറഞ്ഞു. ധീരതയോടുകൂടി പറഞ്ഞു.
അനിതര സാധാരണമായ ധീരതയോടുകൂടി ഇംഗ്ലീഷുകാരനായ തിരുവിതാംകൂർ പോലീസിന്റെ തലവനോട് അക്കാമച്ചെറിയാൻ പറയുകയാണ്. കുറെ നേരം നിന്നതിന് ശേഷം ഭയചകിതനായ വാർക്കിസ്, അങ്ങനെ തന്നെ പറയാം, അദ്ദേഹം തോക്ക് താഴ്ത്തി ഉറയിലിട്ടു മടങ്ങി. അങ്ങനെ തിരുവിതാംകൂറിന്റെ ചരിത്രത്തിലെ തന്നെ ഏറ്റവും വലിയ ഒരു തീരോദാത്ത സംഭവത്തിന് നേതൃത്വം കൊടുത്ത ആളാണ് അക്കാമച്ചെറിയാൻ. ഈ അക്കാമച്ചെറിയാന്, ഈ സ്വാതന്ത്ര്യ സമര പോരാളിക്ക് BJP യുടെ വേദിയിൽ എന്താണ് പ്രസക്തി? അതാണ് നമ്മുടെ മുമ്പിലുള്ള ചോദ്യം.